അങ്ങാടിപ്പുറത്തെ ഗതാഗതക്കുരുക്ക് വെൽഫെയർ പാർട്ടി പ്രതിഷേധ ബോർഡ് സ്ഥാപിച്ചു. പെരിന്തൽമണ്ണയിലേക്ക് വരുന്നവർ ആവശ്യമുള്ള ഭക്ഷണവും വെള്ളവും മരുന്നും കരുതണം എന്ന മുന്നറിയിപ്പ് നൽകുന്ന പ്രതിഷേധ ബോർഡാണ് സ്ഥാപിച്ചത്. ജനങ്ങളെ നിങ്ങൾ അറിഞ്ഞോ, അഴിമതിക്ക് ഫണ്ടുണ്ട്, അഴിമതിക്ക് ഫണ്ടുണ്ട്, അഴിമതിക്ക് ഫണ്ടുണ്ട്, അഴിമതിക്ക് ഫണ്ടുണ്ട്, ദൂർത്തിനും ഫണ്ടുണ്ട്, ദൂർത്തിനും ഫണ്ടുണ്ട്. സാധാരണക്കാരുടെ ആവശ്യത്തിന്, സാധാരണക്കാരുടെ ആവശ്യത്തിന് ഇല്ലേ ഇല്ലേ ഫണ്ടില്ലത്ര, ഇല്ലേ ഇല്ലേ ഫണ്ടില്ലത്ര. ഇൻക്ലാബ് സിന്ദാബാദ്. ഓരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസിന് എന്താണ് സർക്കാരെ തടസ്സം എന്ന തലക്കെട്ടോടുകൂടി വെൽഫെയർ പാർട്ടി നടത്തുന്ന പ്രക്ഷോഭ പരിപാടിയുടെ പ്രചരണ പരിപാടിയുടെ ഭാഗമായിരുന്നു ഈ പ്രതിഷേധം. പരിപാടിയുടെ ഉദ്ഘാടനം ജില്ലാ സെക്രട്ടറി നൌഷാദ് ചുള്ളിയൻ നിർവഹിച്ചു. പെരിന്തൽമണ്ണയിലേക്കുള്ള ആംബുലൻസുകളടക്കം ഗതാഗതക്കുരുക്കിൽപ്പെട്ട് നിരവധി ജീവനുകൾ നഷ്ടപ്പെടുന്ന സാഹചര്യമാണുള്ളത്. പഠനവും ജോലിക്കും അടക്കം പോകുന്ന യാത്രക്കാർ വാഹനത്തിൽ കെട്ടിക്കിടക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. വ്യത്യസ്ത സമയങ്ങളിൽ വെൽഫെയർ പാർട്ടി ശക്തമായ സമരവുമായി മുന്നോട്ട് പോയിട്ടുണ്ട്. കൂടുതൽ ശക്തമായ സമരങ്ങളുമായി മുന്നോട്ട് പോകുമെന്നും നൌഷാദ് ചുള്ളിയൻ പറഞ്ഞു. അങ്ങാടിപ്പുറം ഗതാഗത കുരുക്ക് എന്ന പേരിലാണ് ജില്ലയിൽ ഇന്ന് ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, ഇത് വെൽഫെയർ പാർട്ടി മലപ്പുറം ജില്ലാ കമ്മിറ്റി ഏറ്റെടുക്കാനുണ്ടായിട്ടുള്ള കാരണം ഇത് കേവലം അങ്ങാടിപ്പുറത്തിൻ്റെയോ അല്ലെങ്കിൽ പെരിന്തൽമണ്ണ മുനിസിപ്പാലിറ്റിയുടെ മാത്രം പ്രശ്നമല്ല. ഇത് നമ്മുടെ ജില്ലയുടെ പ്രശ്നമാണ്. എന്താണ് പെരിന്തൽമണ്ണ ടൗണ് കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കപ്പെടുന്നത് എന്ന് ചോദിച്ചാൽ നമുക്കറിയാം, നമ്മുടെ മലപ്പുറം ജില്ലയിലുള്ള വളരെ പ്രധാനപ്പെട്ട സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ നിലനിൽക്കുന്ന ഒരു ടൗണാണ് പെരിന്തൽമണ്ണ എന്ന് പറയുന്നത്. ഞാൻ വരുന്നത് കൊണ്ടോട്ടിയിൽ നിന്നാണ്. കൊണ്ടോട്ടിക്കാർക്കടക്കം നമ്മുടെ രാമനാട്ടുകര ഇങ്ങോട്ട് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന ഒരു ആശുപത്രികളുടെ നഗരമാണ് പെരിന്തൽമണ്ണ എന്ന് പറയുന്നത്. ജില്ലാ സെക്രട്ടറി ഖാദർ അങ്ങാടിപ്പുറം അധ്യക്ഷത വഹിച്ചു. യോഗത്തിൽ ആരിഫ് ചുണ്ടയിൽ, ഡാനിഷ് മങ്കട, സൈതാലി വലമ്പൂർ, അബൂബക്കർ PT, നിസാമുദ്ദീൻ PP, അബ്ദുൽ ഗഫൂർ എന്നിവർ സംസാരിച്ചു. CCN പെരിന്തൽമണ്ണ.